നമ്മൾക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് ഡിബേറ്റിങ്ങിൽ? ഒരു ലോജിക്കൽ ആർഗ്യുമെൻ്റ് എന്തായാലും ഉണ്ടാവണം. നിങ്ങളുടെ കേസ് എന്താണ്, നിങ്ങൾ എന്താ പറയാൻ പോകുന്നത്, എന്താ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഒന്ന്. രണ്ടാമത്തേത്, മറ്റേവർ പറയുന്ന ആർഗ്യുമെൻറ്റ്സിന് മറുപടി ഉണ്ടാവണം. മൂന്നാമത്തേത്, യു ഷുഡ് ബി ക്ലിയർ. ഒരു ലോങ് വിൻഡഡ് സർക്കംലൊക്യൂഷ്യസ് ആർഗ്യുമെൻ്റ് കൊണ്ട് നമുക്ക് ആൾക്കാരുടെ മനസ്സെത്താൻ സാധിക്കില്ല. ചിലപ്പോൾ ഡിബേറ്റ്സിൽ ചില സ്പീക്കേഴ്സ് നേരിട്ട് മനസ്സിലാണ് എത്താൻ ശ്രമിക്കുക, ചിലവർ മനസ്സിനെ ഒഴിവാക്കി ഹൃദയത്തിൽ എത്താൻ ശ്രമിക്കും. ദേ മേക്ക് എൻ എമോഷണൽ അപ്പീൽ. ദാറ്റ് ക്യാൻ ഓൾസോ വർക്ക് ഡിപ്പെൻഡിങ് ഓൺ ദ ടോപ്പിക് ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദി ഓഡിയൻസ്. ആൻഡ് അവസാനത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴും കുറച്ചെങ്കിലും ഒരു ഹ്യൂമർ ഉണ്ടാവണം. നമ്മൾക്കൊരു ലൈറ്റ് ഹാർട്ടഡായിട്ട്, ഇത് ഒരു തർക്കമാണ്, നമ്മൾ ആരെയും ഇവിടെ കൊല്ലാൻ പോകുന്നില്ല, ഇവിടെ ആരും ഒരു യുദ്ധമല്ല, നമ്മൾ ഫ്രണ്ട്സായിട്ട് ഒരു വിഷയത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, പക്ഷെ മാന്യതയോടെ ഈ അഭിപ്രായങ്ങൾ വ്യത്യാസത്തിന് നമ്മൾ സംസാരിച്ച് റിസോൾവ് ചെയ്യണമെന്ന് ഒരു ഉപദേശം ഉണ്ടാവാം, ഒരു മനസ്ഥിതി ഉണ്ടാവണം. രജിസ്റ്റർ ചെയ്യാനായി speakforindia.in സന്ദർശിക്കൂ. ഫെഡറൽ ബാങ്ക് സ്പീക്ക് ഫോർ ഇന്ത്യ കേരള എഡിഷൻ സീസൺ 8 in association with മാതൃഭൂമി.